ഹലോ വെൽക്കം ടു അഖിലാസ് വ്ലോഗ്സ് ആൻഡ് വ്ലോഗ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മിനി ബോട്ടിലാട്ടാണ്. അത് ബോട്ടിലും നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ബോട്ടിലാണ്, അതിനെ നമുക്ക് റീയൂസ് ചെയ്യാം. അതേപോലെ കളേർഡ് സാൻഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് കോർക്കാണ് കേട്ടോ ഇതിൻ്റെ അടപ്പ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടും, ചിലപ്പോൾ സെറ്റായിട്ടൊക്കെ കിട്ടും. പല വലുപ്പത്തിൽ ചെറുത് കിട്ടും, ഷേപ്പ് ഇത്രയും കൂടി ഉണ്ടായിട്ടുള്ള ടൈപ്പ് കിട്ടും, അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബോട്ടിൽ നമ്മുടെ കിച്ചണിൽ നിന്ന് കിട്ടും. അതായത് ഇതിപ്പോൾ വാനില എസൻസിൻ്റെ ബോട്ടിൽ, അതുപോലത്തെ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിത് നന്നായിട്ട് കഴുകി അതിൻ്റെ സ്റ്റിക്കറെല്ലാം കളഞ്ഞ് ഇവിടെയുള്ള ഒരു റിങ്ങും കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ അടപ്പാണ് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത്. അതുപോലെ ഒരു വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ഈ നെക്കിൽ, ബോട്ടിൽ നെക്കിൽ നമ്മുടെ അടപ്പിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ത്രെഡ് പിരിയുണ്ടായിരിക്കും, ഇതിനതുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ജൂട്ട് ത്രെഡ് അല്ലെങ്കിൽ വേറെ ഭംഗിയുള്ള ഇങ്ങനത്തെയൊക്കെ ത്രെഡുകളൊക്കെ, ഇതിപ്പോൾ ഞാൻ ഡ്രസ്സിൻ്റെ മുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ടാഗിൻ്റെ കൂടെ വരുന്നതാണ്, അതൊക്കെ എടുത്തു വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ചുറ്റിയിട്ട് അതിൻ്റെ ആ ഒരു വൃത്തികേട് കളയാനായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അപ്പോഴത്തെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്കതിനെ മറച്ചെടുക്കാം ഈ ഭാഗം. പിന്നെ വേറൊരു കാര്യമുള്ളത് ഇതിന് അടപ്പ്, അത് നമുക്ക് കോക്ക് പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വട്ടം നോക്കിയിട്ട് ഇതുപോലെ ഷേപ്പിൽ എടുക്കുക. അതായത് താഴേക്ക് ഇത്തിരി കുറച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടൈറ്റായിട്ട് നമുക്ക് അടച്ചു വെക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അതേ ഷേപ്പിൽ മരത്തിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് അടപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മരത്തിൻ്റെ എന്തെങ്കിലും ഒരു കൊമ്പിൻ്റെ കഷ്ണം ഇതിലേക്ക് കൊള്ളുന്ന രീതിയിൽ എടുത്തിട്ട് ഇങ്ങനെ ഇത്തിരി താഴേക്ക് ഇങ്ങനെ വണ്ണം കുറച്ചെടുത്ത് കഴിഞ്ഞാൽ ടൈറ്റായിട്ട് ഉള്ളിൽ പോവാതെ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴി എന്ന് പറയുന്നത് ഇതുപോലത്തെ സ്റ്റോൺസ്. ഇതിപ്പോൾ നമ്മൾ ചെടിച്ചട്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡോർ പ്ലാന്റ്സ് ചെറിയ പോട്ടിലൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന സ്റ്റോൺസ് ആണ് ഡെക്കറേറ്റീവ് സ്റ്റോൺസ് പറഞ്ഞിട്ടുള്ളത്. അതിലെ വായ്വട്ടത്തിന് പറ്റുന്ന വലുപ്പത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്യാം. അങ്ങനത്തെ ആയാലും ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന ഡിസൈനിനനുസരിച്ച് നമുക്ക് അങ്ങനത്തെ യൂസ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാൻഡൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റോണൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ബോട്ടിലിൽ ഞാൻ ഇതിൻ്റെ നീളം നോക്കുമ്പോൾ ഏതാണ്ട് ഈ കഴുത്ത് വരെയുള്ളൊരു നീളം ഞാൻ റഫായിട്ട് നോക്കുമ്പോൾ എനിക്ക് 6-6.5 സെൻറ്റിമീറ്ററോളം നീളം വരുന്നുണ്ട്. അപ്പം ഞാനിതിനെ അടിയിൽ നിന്ന് അങ്ങോട്ട് ഓരോ സെൻറ്റിമീറ്ററിൽ ജസ്റ്റ് ഒന്നൊരു മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പെർമനന്റ് മാർക്കറാണ്. 1 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ അങ്ങോട്ട് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 1, 2, 3, 4, 5, 6 6 കളേഴ്സിന് ഓരോ ഹൈറ്റ് ഞാൻ നോക്കി ചെയ്തതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കളേർഡ് സാൻഡ് ഉണ്ടാക്കലാണ്. അതിനായിട്ട് ഞാനൊരു പാത്രം, ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പാണ് എടുത്തിട്ടുള്ളത്, കിച്ചണിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ സാധാരണ ഉപ്പ്. അപ്പോൾ ഇത്രയും കൂടി തരിയുള്ള ഉപ്പാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ, നിറയെ 1 ടീസ്പൂണാണ് ഇപ്പോൾ അളവെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആവശ്യം വരുള്ളൂ. ഇത്ര ചെറിയ ബോട്ടിലല്ലേ, 1 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ എന്ന് പറയുമ്പോൾ അത്ര തന്നെ ആവശ്യം വരുള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ആദ്യം കുപ്പിയിലൊന്ന് ഇട്ടിട്ട് നോക്കിയിട്ട് അളവ് നോക്കിയെടുക്കാം. അപ്പോൾ ഒരു കളറിനായിട്ട് ഞാൻ എടുക്കുന്നത് 1 ടീസ്പൂണാണ്. ഇനി ഞാൻ ഇതുപോലെ ഒരു പേപ്പറും കഷ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കളർ എടുത്തിട്ടുണ്ട്. കളർ എന്ന് പറയുന്നത് ചോക്ക് പേസ്റ്റലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഇതുപോലത്തെ സോഫ്റ്റ് പേസ്റ്റൽസ്, ചോക്ക് പേസ്റ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ആർട്ട് വർക്കിന് യൂസ് ചെയ്യുന്ന, ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പോലെ ടെക്സ്ചർ വരുന്ന എന്ത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് നമ്മുടെ കളർ ചോക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കളർ കിട്ടും, പിഗ്മെന്റേഷൻ കിട്ടും. ചിലപ്പോൾ കളർ ചോക്കൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ലൈറ്റ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യേണ്ടി, അല്ലെങ്കിൽ കളർ ചോക്ക് പൊടി മാത്രം യൂസ് ചെയ്താൽ മതി, വേറെ നമ്മൾ ഉപ്പോ മണലോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെ നമ്മളൊരു പ്ലെയിൻ സാധനത്തിൽ കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളർ എന്തെങ്കിലും യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റർ കളർ വേണം യൂസ് ചെയ്യാനായിട്ട്. ലിക്വിഡ് കളർ യൂസ് ചെയ്യണമെങ്കിൽ പോസ്റ്റർ കളർ ആയിരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ അക്രിലിക് കളറൊക്കെ യൂസ് ചെയ്താൽ അത് വാട്ടർ ബേസ്ഡ് ആയ കാരണം ഉപ്പൊക്കെ ചിലപ്പോൾ പ്രശ്നമാവും, അതായത് അലിഞ്ഞു പോകാനുള്ള കാരണമാവും. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റർ കളർ യൂസ് ചെയ്യുക കേട്ടോ. ലിക്വിഡ് പെയിൻ്റാണ് യൂസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ ഉപ്പിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഒട്ടും മോയ്സ്ചർ നമ്മുടെ കയ്യിൽ നിന്നോ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിലോ ഒന്നിൽ നിന്നും നമ്മളിപ്പോൾ ഇനി ഇതിനെ ചുരണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും ഈർപ്പം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത്
ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഏതാണ്ട് എത്ര നമുക്ക് നല്ല കളർ കിട്ടുന്നത്, ആവശ്യത്തിന് പിഗ്മെൻറ്റേഷൻ കിട്ടുന്നത് വരെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിത് കുറച്ച് ചുരണ്ടി ഇടുകയാണ്. അത് ചുരണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നനവ് യൂസ് ചെയ്ത് കഴുകാതൊക്കെ ഇരിക്കുക ഇടയ്ക്കിടയ്ക്ക് പോയിട്ട്. അപ്പോൾ ഒരു കളറ് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളം കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ഉപ്പ് അലിഞ്ഞു പോവും. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചുരണ്ടി ഇടുമ്പോൾ കണ്ടില്ലേ കളറിൻ്റെ കട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് വേണമെങ്കിൽ തിരുമ്മി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യമുള്ളൊരു പാത്രമാണ് ഞാൻ എടുത്തതെന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ പാത്രത്തിൽ വെച്ചിട്ടൊന്ന് അമർത്തിയിട്ട് റബ്ബ് ചെയ്ത് കട്ടയുണ്ടെങ്കിൽ കട്ട ഉടയും ചെയ്യും. സെയിം ടൈം നമ്മുടെ ഉപ്പിൽ നന്നായിട്ട് കളർ നന്നായിട്ട് പിടിച്ച് കിട്ടും ചെയ്യും. അതിന് വേണ്ടി നല്ലതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ നമ്മുടെ ഉപ്പ് നന്നായിട്ട് കളറായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കളേർഡ് സാൻഡ് റെഡി ആയി കഴിഞ്ഞു, ഉപ്പ് കൊണ്ടുള്ളത്. ഇതിപ്പോൾ ശരിക്കുള്ള സാൻഡാണെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കി കളേഴ്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഓരോ കളറും ഞാൻ എല്ലാറ്റിനും ഈ ഒരു പാത്രം തന്നെയാണ് യൂസ് ചെയ്തത്. നിറയെ പാത്രമൊന്നും ഇതുപോലെ എനിക്ക് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിനൊന്നും എൻ്റെ ചെറിയ ചെറിയ പാത്രങ്ങളില്ല. അതായത് കുറേ വലുതിൽ നമ്മൾ വെറുതെ അതിലൊക്കെ ആക്കിയെടുത്താലും നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നാക്കി പേപ്പറിലാക്കി ഇതാക്കിയതിന് ശേഷം നന്നായിട്ട് ടിഷ്യൂ വെച്ച് ക്ലീൻ ചെയ്തിട്ടാണ് അടുത്ത കളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ കളറും ചെയ്തെടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നനവ് യൂസ് ചെയ്യണം. കഴുകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം ഉപ്പിട്ട് വയ്ക്കുക നെക്സ്റ്റ് ഉള്ളതിന്. അപ്പോൾ ഇതുപോലെ റെഡ് കളർ എടുത്തിട്ടുണ്ട്, പിന്നെ പിങ്ക്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി കുപ്പിയിൽ നിറയ്ക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത അളവ് നോക്കി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ വായല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒരു കോൺ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ടോ ഒട്ടിച്ച് ഇളകി പോവാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ മാർക്ക് ഇവിടെ ഉണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു പ്രത്യേകിച്ച് ഓർഡറിലൊന്നുമല്ല, ഞാനങ്ങ് ഇഷ്ടത്തിനങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഓരോ കളറായിട്ട്. അപ്പോൾ ഞാൻ ആ മാർക്ക് ചെയ്തതെന്ന് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് നെക്കിന് മേലേക്കും അടപ്പ് വരെയും കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 6 കളേഴ്സ് ഏകദേശം ഒരേ ഹൈറ്റിൽ അങ്ങ് ഫില്ലാവുന്നവരെ മുഴുവനായിട്ടും ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് നമ്മൾ കമഴ്ത്തി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അത് തിരിച്ചു കേടുവന്ന് പോവും. അപ്പോൾ ഇതതുപോലെ അങ്ങ് സീൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഇളകാതെ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേലെ കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതങ്ങ് ഉണങ്ങി കഴിയുമ്പോൾ ഒരു ലെയർ മുഴുവനായിട്ട് കുപ്പിയുടെ വായിലങ്ങ് മൂടുന്നവരെ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ ഒട്ടിയിരിക്കുമ്പോൾ നമുക്ക് അതവിടെ സീൽഡായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ അടപ്പ് എടുത്തിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിട്ട് അടപ്പ് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു രൂപത്തിലാക്കാനാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു ബീഡ്, ഇതിങ്ങനെ ബീഡ്സായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന തന്നെയാണ് ഒരു പാക്കറ്റിൽ. ബീഡും ഈ ഒരു ടാഗും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കോർത്ത് അടപ്പിനൊരു ഹോൾ ഇട്ട് കൊടുത്ത് അതിലൂടെ കോർത്ത്
ഒരു ടാഗായിട്ട് ബോട്ടിലിന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടപ്പിലും ഒരു ഹോൾ ഇട്ട് കൊടുത്തു, ആണി വെച്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലൂടെ ആ ടാഗ് രണ്ടറ്റവും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്ത് ഞാൻ അതിന് നന്നായിട്ട് കെട്ടിട്ട് വെക്കുകയാണ്, ഹോളിലൂടെ പുറത്ത് വരാത്ത രീതിയിൽ. ഇനി നമുക്ക് കെട്ടിട്ട് ഉറപ്പിച്ചതിന് ശേഷം ഈ അടപ്പ് ബോട്ടിലിൽ അടച്ചു കൊടുക്കാം. എന്നിട്ട് ആ ബീഡിന് ശേഷം, ബീഡ് ഇപ്പോൾ ഊരിപ്പോരുന്ന രീതിയിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ബീഡിന് ശേഷം ഒരു നല്ല കെട്ടിട്ട് കൊടുക്കാം, ബീഡ് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ആയാൽ നമ്മുടെ ടാഗ് റെഡിയായി. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാനോ എങ്ങനെ വേണമെങ്കിലും, ഇങ്ങനെ ഹാങ് ചെയ്ത് എടുക്കുന്ന രീതിയിലുള്ള എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ലാതെ എവിടെയെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം ഡെക്കോറായിട്ട്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഈ കളർ കോമ്പിനേഷൻ തന്നെ പല പോലെ മാറ്റി നോക്കിയാൽ ഓരോന്നിനും ഓരോ ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇത് ഒരേ ലെവലിലല്ലാതെ സൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കയറ്റിയും ഇറക്കിയും വേവ്സ് പോലെയൊക്കെ ഡിസൈൻ കൊടുത്താലും നന്നായിരിക്കും. ഇപ്പോൾ ഈ പെർമനന്റ് മാർക്കറിൻ്റെ മാർക്ക് കളയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നെയിൽ പോളിഷ് റിമൂവറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല ക്ലീൻ ആയി കിട്ടും, ഏത് മാർക്കർ കൊണ്ടാണെന്നുണ്ടെങ്കിലും. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്താൽ നമ്മുടെ മിനി ബോട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെ ചെയ്ത വീഡിയോസും ഇനി ഇതുപോലെയുള്ള പുതിയ വീഡിയോസും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.